അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന നമ്മുടെ ത്രിയേക ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർക്കും മാതാപിതാക്കൾക്കും ദൈവമക്കൾക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. പുതുതായി നമ്മോടൊപ്പം ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ പുതിയ വർഷത്തിൻ്റെ ആശംസകളും ഈ ബൈബിൾ ക്ലാസ് ഗ്രൂപ്പിനോടുള്ള ബന്ധത്തിൽ അറിയിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ സിയോൻ യാത്രയിലാണ്, സിയോൻ സഞ്ചാരികൾ. ഈ യാത്രാമധ്യേ ഭാരം കൂടുതലും വഴി ഇടുക്കവും ഒത്തിരി പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചു. 84-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കണ്ണുനീരിൻ്റെ താഴ്വരകളിലൂടെ ദൈവം നമ്മെ നടത്തി. പക്ഷേ അതിനെയൊക്കെ ജലാശയമാക്കി കർത്താവ് മാറ്റി. സ്തോത്രം. The valleys of Baca, God made them streams, the place of streams. സ്തോത്രം. മരണത്തിൻ്റെ കൂരിരുൾ നിറഞ്ഞ താഴ്വരകളെ തൻ്റെ സാന്നിധ്യത്താൽ നമുക്ക് വേണ്ടി പ്രകാശപൂരിതവും ജീവന്റെ പ്രത്യാശ നൽകുന്ന ഇടങ്ങളുമാക്കി. നമ്മെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടാതെ നമ്മോട് കൂടെ ഇരുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുമ്പോൾ കൈവിട്ടിട്ട് നടക്കും. സുരക്ഷിതമെന്ന് തോന്നുന്നിടത്ത് നമ്മൾ പിടിക്കത്തില്ല, അവർ തന്നെ നടക്കട്ടെന്ന് കരുതും. അതിനേക്കാൾ സുരക്ഷിതത്വം കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു വിരൽ കുഞ്ഞിന് കൊടുക്കും. നമ്മുടെ വിരലിൽ, നമ്മുടെ ഫിംഗറിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് നടക്കും. അല്പവും കൂടെ സുരക്ഷിതത്വം കുറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മളെ പിടിക്കാനല്ല, നമ്മൾ കുഞ്ഞുങ്ങളെ പിടിക്കാൻ ശ്രമിക്കും. നമ്മൾ അവരെ കരം പിടിച്ചുകൊണ്ട് നടത്തും. എന്നാൽ ഒട്ടും നടക്കാൻ ഒക്കാത്ത സ്ഥലത്ത് നമ്മൾ ആ കുഞ്ഞുങ്ങളെ മാറോട് ചേർത്തണയ്ക്കും. നമ്മൾ അവരെ തോളിലേറ്റും. ഇതുപോലെ നമുക്ക് തനിയെ നടക്കുവാൻ കഴിയുമായിരുന്ന സ്ഥലങ്ങളിൽ കർത്താവ് കൂടെ നടന്നു നമ്മെ നടത്തി. അല്ലാത്ത ഇടങ്ങളിൽ തൻ്റെ കരം നമുക്ക് തന്ന് ആ കരത്തിൽ നമ്മൾ പിടിച്ചുകൊണ്ട് നടക്കുവാൻ ദൈവം സഹായിച്ചു. അതുമല്ലാത്ത സ്ഥലത്ത് അവിടുന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് നടന്നു. കർത്താവ് നമ്മളെ പിടിച്ചാലും നടക്കാൻ ഒക്കത്തില്ലെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്ന ഇടങ്ങളിൽ അവൻ നമ്മെ തൻ്റെ തോളിലേറ്റി സുരക്ഷിതമായി നമ്മെ നടക്കാൻ അനുവദിക്കാതെ നമ്മളെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതുപോലെ ഈ വർഷം ഇനി എന്തൊക്കെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. എന്തെല്ലാം കഷ്ടങ്ങൾ, സങ്കടങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, രോഗങ്ങൾ ഒന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ പൗലോസ് പറയും പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. വഴികൾ അറിഞ്ഞുകൂടാ, സംഭവിപ്പാനിരിക്കുന്നതും അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് ആരാണ്, കൂടെ നടക്കുന്നത് ആരാണ് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. ബസ് അവനെ അറിഞ്ഞാൽ മതി, അതുമാത്രം മതി. നമുക്ക് ജയത്തോടെ എത്തേണ്ട സ്ഥാനത്തെത്തുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കും. ആയതിനായി കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. നമ്മെ തന്നെ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ പിന്നെയും സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായർക്ക് ഉള്ള ലേഖനമാണ്. എബ്രായ ലേഖനം വളരെ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ പലർക്കും വെളിപ്പാട് പുസ്തകം പോലെ തന്നെ പ്രയാസമായി തോന്നുന്ന ഒരു ഗ്രന്ഥമാണിത്. ചുരുക്കം ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തെക്കാൾ എനിക്ക് പ്രയാസം എബ്രായ ലേഖനമാണെന്ന്. നമ്മൾ ആ ലേഖനത്തിലാണ് കഴിഞ്ഞ
ഏതാണ്ട് 1-2 മാസത്തോളമായി നിൽക്കുന്നത്. സ്തോത്രം. നമ്മൾ 1-ാം അധ്യായത്തിലായിരുന്നു. 1-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറഞ്ഞു, ക്രൈസ്റ്റ് ഈസ് സുപ്പീരിയർ ടു ദി ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫറ്റ്സ്. പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനാണ്. 1-ാം അധ്യായം 4 മുതൽ 13 വരെ അപ്പോസ്തലൻ പറഞ്ഞു, ക്രൈസ്റ്റ് ഈസ് മോർ എക്സലന്റ് ദാൻ ദ ഏഞ്ചൽസ്. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് കർത്താവായ യേശു. അതാണ് 1-ാം അധ്യായം 4 മുതൽക്കുള്ള വാക്യങ്ങൾ. 1-ാം അധ്യായത്തിൽ നിന്ന് എന്തെങ്കിലും ബാക്കി സംശയങ്ങളായിട്ടുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. വിസ്താര ഭയം കൊണ്ടും 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നുമില്ല എങ്കിൽ നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് കടക്കാം. നമ്മൾ കണ്ടു, 2-ാം അധ്യായത്തിലും നേരത്തെ തന്നെ കണ്ടതാണ്, 2-ാം അധ്യായത്തിലും യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അതിനോടൊപ്പം മറ്റു ചില കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് മാത്രം. 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 13 വരെ അല്ലെങ്കിൽ 14 വരെ നമ്മൾ കണ്ടത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചായിരുന്നെങ്കിൽ 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ്. 1-ാം അധ്യായം 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു എന്നാണ് എങ്കിൽ 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽക്കുള്ള വാക്യങ്ങളിൽ യേശു ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനാണെന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും 2-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചും എഴുതിയിരിക്കുന്നത്. എന്നാൽ 2-ാം അധ്യായം 5-ാം വാക്യം മുതൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെപ്പറ്റി വിവരിക്കുന്നതിന് മുൻപ് 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ നമുക്കൊരു താക്കീത് തരികയാണ്. നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് ഏതാണ്ട് 5 താക്കീതുകൾ പഠിച്ചിരുന്നല്ലോ. പഠിച്ചെന്ന് പറഞ്ഞാൽ കണ്ടിരുന്നു, പേര് മാത്രം എഴുതിപ്പോയി, റെഫറൻസും മാത്രം. എന്നാൽ അതിലെ ആദ്യത്തെ താക്കീതിലേക്ക് വരികയാണ് ഇവിടെ. Chapter 2, 1-4. There we can see the first of the 5 warnings found in this episode. We have 5 warnings in this epistle, and here comes the first one. നമുക്ക് ഈ എബ്രായ ലേഖനത്തിൽ 5 താക്കീതുകളെ കുറിച്ചാണ് കാണുവാൻ സാധിക്കുക. 5 താക്കീതുകൾ, മുന്നറിയിപ്പുകൾ. അതിൽ ആദ്യത്തെ മുന്നറിയിപ്പാണ്, ആദ്യത്തെ താക്കീതാണ് നമ്മൾ ഈ 2-ാമത്തെ അധ്യായത്തിൽ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ആ വാക്യങ്ങൾ നമുക്ക് വായിച്ചുകൊണ്ട് തുടങ്ങാമല്ലോ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും
ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? സ്തോത്രം. Here is the first warning. The warning against the danger of negligence. Warning against the danger of negligence. ഇവിടെയാണ് ഒന്നാമത്തെ താക്കീത് നമുക്ക് കാണുവാൻ കഴിയുക. എന്തിനെതിരെയുള്ള താക്കീതാണ്? അവഗണനയ്ക്കെതിരെ. അവഗണന എന്ന, അശ്രദ്ധ എന്ന, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഉഴപ്പ് എന്ന അപകടത്തിനെതിരായിട്ടുള്ള ഒരു താക്കീത്. സ്തോത്രം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ, സ്തോത്രം, ആത്മീയ വിഷയങ്ങളെ ഗൗരവത്തിലെടുക്കാതെ ഇരിക്കുന്ന അപകടകരമായ അവസ്ഥ. സ്തോത്രം. Many a times we take spiritual things for granted as silly. വളരെ ലാഘവത്തോടെയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ആത്മീയ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. We don't care our spirit as important as we do with the body. ശരിയല്ലേ? പലപ്പോഴും നമ്മളുടെ ശരീരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ആത്മാവിന് കൊടുക്കാറുണ്ടോ? ഇവിടുത്തെ പ്രശ്നം അതാ. ദൈവീക വിഷയങ്ങളെ അവഗണനയോടെ കാണുക. അരുത്, അരുത്. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? സ്തോത്രം. ആ വലിയ ഭീഷണി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. There is that threat always, the threat of slipping away. സ്തോത്രം. ഒഴുകിപ്പോകാനുള്ള, തെന്നി വീഴാനുള്ള സാധ്യതയുടെ അപകടാവസ്ഥ നമ്മുടെ മുൻപിൽ എപ്പോഴും ഉണ്ട്. സ്തോത്രം. നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചേരും വരെയും ആ അപകടാവസ്ഥ നിലനിൽക്കുന്നു. നമ്മളതേക്കുറിച്ച് അജ്ഞരാകരുത്. നമ്മൾ ആ വിഷയത്തിൽ ഉത്തരവാദിത്വം കുറഞ്ഞവരാകരുത്. സ്തോത്രം. ഒരു തെന്നിപ്പോകുന്നതിന്, വീണുപോകുന്നതിന്, ഒഴുകിപ്പോകുന്നതിനുള്ള സാധ്യത അവഗണിക്കരുത്. സ്തോത്രം. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അവഗണിക്കുവാൻ സാധ്യതയുള്ളത്. Two possible negligence. One possible negligence is the possibility of slipping away, falling away. And the second is not taking spiritual things, especially salvation, that serious. രണ്ട് അവഗണനകളാണ് ഇവിടെ സാധ്യതയുള്ളതായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത്, വീണുപോകുന്നതിനുള്ള സാധ്യതയെ
നമ്മൾ അവഗണിക്കുന്നു. വീണു പോകുന്നതിനുള്ള സാധ്യതയെ അവഗണിക്കുന്നു. മറ്റൊന്ന്, ദൈവം നമുക്ക് ദാനമായിട്ട് തന്ന രക്ഷയുടെ ഗൗരവത്തെയും അവഗണിക്കുന്നു. ഈ രണ്ട് അവഗണനകൾക്കെതിരെ ഇവിടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തമായ താക്കീതാണ് ഈ 1, 2, 3, 4 വാക്യങ്ങൾ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടല്ലോ? സ്തോത്രം. ഇവിടെ അപ്പോസ്തലൻ എഴുത്തുകാരൻ നമ്മോട് സംസാരിക്കുന്നത് ഒരു പ്രബോധനം എന്ന നിലയിലും ഒരു തർക്കം എന്ന നിലയിലുമാണ്. ആസ് എൻ ആർഗ്യുമെന്റ് ആൻഡ് ഓൾസോ ആസ് an admonition. In these two ways, the apostle is speaking to us from this portion. ഈ ഭാഗത്ത് അപ്പോസ്തലൻ നമ്മോട് രണ്ട് രീതികളിലാണ് സംസാരിക്കുന്നത്. ഒന്ന്, ഒരു ആർഗ്യുമെന്റ് എന്ന നിലയിൽ ചില കാര്യങ്ങൾ അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. മറ്റ് ഒന്ന് ഒരു എക്സോർട്ടേഷൻ, ഒരു അഡ്മോണീഷൻ, ഒരു പ്രബോധനം എന്ന നിലയിലുമുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കാറുണ്ടോ? സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിലൊക്കെ യൂത്ത് മീറ്റിംഗ്സ് നടത്തുന്ന സമയത്ത് ഞാൻ മിക്കപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഏതാണ്ട് എല്ലാ യൂത്ത് മീറ്റിംഗ്സിലും ഞാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർമ്മപ്പെടുത്താറുണ്ട്. ഈ യൂത്ത് മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം, ഒന്നാമത്, ബി സീരിയസ് അബൌട്ട് അവർ സ്പിരിച്വൽ ലൈഫ്. നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഗൗരവമുള്ളവരായിരിക്കുക. സ്തോത്രം. നമുക്കറിയാമല്ലോ, വേദപുസ്തകത്തിലെ മിസ്റ്റർ ബൈബിൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ. നമുക്ക് മിസ്റ്റർ കേരള, മിസ്റ്റർ യൂണിവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ഒരു മിസ്റ്റർ ബൈബിൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാൾ, സാംസൺ. യെസ്, ശിംശോന. ഭയങ്കര ശക്തിമാനായ മനുഷ്യൻ, വിവരിക്കേണ്ടതില്ലല്ലോ. പക്ഷേ നമുക്കിപ്പോൾ അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത് തലയൊക്കെ മുണ്ടനം ചെയ്ത്, കണ്ണ് കുത്തിപ്പൊട്ടിച്ച്, കാണാൻ കഴിയാത്തവനായി, ചെമ്പു ചങ്ങലകളാൽ ബന്ധിതനായി കിടക്കുന്നവനായിട്ട്. വാട്ട് ഹാപ്പൻ? സ്തോത്രം. ഫിലിസ്തീയ സ്ത്രീകൾക്ക് ധാന്യം പൊടിച്ചു കൊടുക്കുന്ന ഒരു ജോലി, മാവ് പൊടിക്കുന്നവനായിട്ട് അവനെ നമുക്ക് കാണാം. അന്നൊക്കെ ഉള്ളത് ഇന്നത്തെ പോലെ ഫ്ലവർ മിൽസ് ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴും നോർത്ത് ഇന്ത്യയുടെ ഗ്രാമത്തിലൊക്കെ പോവുകയാണെങ്കിൽ അതിനെ ഹാത്ത് ചക്കി എന്നാണ് വിളിക്കുന്നത്. ഹാത്ത് ചക്കി, കൈകൊണ്ട് കറക്കുന്ന മില്ല്. അപ്പം രണ്ട് കല്ലുകളുടെ പാളികൾ, അതിൻ്റെ മുകളിലെത്തിയതിന് ഒരു പിടിയുണ്ട്, ഒരു ഹാൻഡിലുണ്ട്, ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിൽ കൂടെ ധാന്യം വിട്ടു കൊടുക്കും. ഇങ്ങനെ ഇരുന്ന് കറക്കണം, കറക്കി കറക്കി പൊടിക്കണം. അതായിരിക്കാം ഒരുപക്ഷെ അവിടെയും ഉണ്ടായിരുന്നത്. പാവം ശിംശോൻ ഇപ്പം ഫെലിസ്ത്യർക്ക് മാവ് പൊടിച്ചു കൊടുക്കുക, കണ്ണു കുത്തിപ്പൊട്ടിച്ചു, തല ക്ഷൗരം ചെയ്യിച്ചു, ചെമ്പു ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവരുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുപോകും. അവിടെ വാദ്യോപകരണങ്ങളൊക്കെ അവരെ വായിക്കുമ്പോൾ ഇവൻ അവരുടെ നടുവിൽ കളിക്കണം.
അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ മിസ്റ്റർ ബൈബിൾ ശിംശോൻ എത്തിച്ചേർന്നു. അതിനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാമല്ലോ. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമുക്കറിയാമല്ലോ കാരണം. അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ പറഞ്ഞത് പ്രധാനമായിട്ടുള്ള 2 കാരണങ്ങളാണ്. ഒന്നാണ് നമുക്കിവിടെ പ്രസക്തമായത്, അതുകൊണ്ടാണ് അതിവിടെ പറയുന്നത്. ഒന്ന്, ഹിസ് ഇറസ്പോൺസിബിൾ റിലീജിയോസിറ്റി. നിരുത്തരവാദിത്വപരമായ അവൻ്റെ ആത്മീയ ജീവിതം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശിംശോന്റെ വീഴ്ചയുടെ കാരണം. എന്താണ്? ഉത്തരവാദിത്വമില്ലാത്ത ഒരു ആത്മീയ ജീവിതം, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഉത്തരവാദിത്വമില്ലായ്മ. ഇറസ്പോൺസിബിൾ റിലീജിയോസിറ്റി. ആത്മീയ ജീവിതത്തെ വളരെ സരളമായിട്ട്, വളരെ ലാഘവത്തോടാണ് അവൻ കൈകാര്യം ചെയ്തത്. അതിനെക്കുറിച്ച് അവന് യാതൊരു ഗൗരവബോധവുമില്ലായിരുന്നു. സ്തോത്രം. ഇവിടെയും അതേ വിഷയം എടുത്തു പറഞ്ഞ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നു, മുന്നറിയിപ്പ് നൽകുന്നു. സ്തോത്രം. ശിംശോൻ ചെയ്ത പാപങ്ങളൊക്കെ നമുക്കറിയാം. അതിനൊക്കെയുള്ള കാരണം എന്തായിരുന്നു? അവൻ ആത്മീയ ജീവിതത്തെ അങ്ങനെയാ കണ്ടത്. സാരമില്ല, അത് കുഴപ്പമില്ല എന്ന നിലയിൽ അവൻ ആത്മീയ ജീവിതത്തെ കണ്ടു. ദൈവകൽപ്പനകളെ അവൻ ആ നിലയിൽ ലാഘവബുദ്ധിയോടെ കൈകാര്യം ചെയ്തു. അത് അവന് നാശകാരണമായി തീർന്നു. വിവരിക്കേണ്ടതില്ല, നമുക്കിവിടെ ആവശ്യവുമില്ലാത്തതാണ്. എങ്കിലും 2ാമത്തെ കാരണവും കൂടെ പറഞ്ഞേക്കാം. സ്തോത്രം. The second reason for the fall of Samson was hypersensuality. He was given out for his senses. സ്തോത്രം. തൻ്റെ അമിതമായ അതീന്ദ്രിയത്വം, ശിംശോന്റെ അമിതമായ അതീന്ദ്രിയത്വം, ഒട്ടും ഇന്ദ്രിയജയമില്ലാതെ തൻ്റെ ശാരീരികമായ ഭൗതികമായ രുചികൾക്ക്, കൊതികൾക്ക് അവൻ അടിമപ്പെട്ടു. ഇന്ദ്രിയ സുഖങ്ങൾക്ക് അവൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അമിതമായ രീതിയിൽ ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ അവൻ പോയി. ഞാൻ മനസ്സിലാക്കുന്നത് ആത്മാവിൻ്റെ ഫലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ദ്രിയജയം എന്നുള്ളത്. അത്രമാത്രം പ്രാധാന്യത്തോടെ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവാത്മാവിനെ അഭ്യസിപ്പിച്ചത് അത് ഒരു വലിയ വിഷയമാണെന്ന്. ഇന്ദ്രിയജയം. സ്തോത്രം. ശിംശോൻ തൻ്റെ ഇന്ദ്രിയ സുഖങ്ങളെ ഒരു തരത്തിലും നിയന്ത്രിച്ചില്ല. അവന് പലതിനോടും കൊതി തോന്നി. അവന് കൊതി തോന്നിയതൊന്നും അവന് കൊടുക്കാതിരുന്നില്ല. അവന് കൊതി തോന്നിയതെല്ലാം അവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വാരിക്കോരി കൊടുത്തു. കൽപ്പന ലംഘിച്ചുകൊണ്ടുപോലും അവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം നൽകി. സ്തോത്രം.
വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണിത്. വളരെ ഗൗരവമേറിയ വിഷയമാണ്. സ്തോത്രം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ, അതിൻ്റെ ഡിമാൻഡ്സിനെ നമുക്ക് പിടിച്ചു നിർത്തിയേ പറ്റൂ. നമ്മൾ കർത്താവിൽ വരുന്നതിന് മുമ്പ് അങ്ങനെ ജീവിച്ചവരാ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യർ 2:3. എഫേഷ്യൻസ് 2:3. All of us also lived among them at one time, gratifying the cravings of our sinful nature, following its desires and thoughts. Like the rest, we were by nature objects of wrath. അവർ പ്രീ ക്രിസ്ത്യൻ സ്റ്റാറ്റസ്. നാം കർത്താവിൽ വരുന്നതിന് മുമ്പ് എങ്ങനെ ജീവിച്ചു എന്നവിടെ കാണുന്നു. 1-2 വാക്യങ്ങളും അതിനോടൊപ്പം ചേർന്ന് ഉള്ളതാണ്. പക്ഷെ നമ്മളിവിടെ നമ്മുടെ വിഷയത്തിന് വേണ്ടി മാത്രമുള്ളത് എടുക്കുന്നുള്ളൂ. അവിടെ കാണുന്നു, നിങ്ങൾ ഹൗ ഡിഡ് യു ലീവ്? യു lived by satisfying the cravings of Our sinful nature. sinful nature. That sinful nature is called flesh. Sinful nature. നമ്മുടെ അകത്തുള്ള പാപ സ്വഭാവം, അതിനെയാണ് നമ്മൾ ജഡമെന്ന് വിളിക്കുന്നത്. ജഡത്തിൻ്റെ അർത്ഥമാണ് അവിടെ എന്തുവാ? സിൻഫുൾ നേച്ചറിനസ്, നമ്മിലുള്ള പാപപ്രകൃതം, നമ്മിലുള്ള പാപത്തിൻ്റെ സ്വഭാവം. സ്തോത്രം. ഈ പാപത്തിൻ്റെ സ്വഭാവം നമ്മുടെ അകത്ത് അഥവാ ജഡം അകത്തിരുന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ആവശ്യപ്പെടും. ആവശ്യപ്പെടുന്നതെല്ലാം നമ്മൾ കൊടുക്കാറുണ്ടോ അതോ ഒക്കത്തില്ലെന്ന് പറയാറാണോ സാധാരണ? അല്ലെങ്കിൽ ഇച്ചിരി കഴിയട്ടെന്ന് പറയോ? കൂടന്ന് വന്നാട്ടെ, ഞാൻ മാത്രം പറഞ്ഞു പോയാൽ ശരിയാകത്തില്ലല്ലോ. സ്തോത്രം. നമ്മിലെ ജഡസ്വഭാവം അഥവാ പാപ സ്വഭാവം നമ്മുടെ അകത്തിരുന്നു കൊണ്ട് അനാവശ്യമായ, ആവശ്യമില്ലാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത പലതും ആവശ്യപ്പെടും. ആവശ്യപ്പെടുന്നു മാത്രമല്ല, ക്രൈവിങ്, അങ്ങ് 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 എന്താണ് പറയുന്നത്, അടക്കാൻ ഒക്കാത്ത തരത്തിലെ വിശപ്പാണ്. സ്തോത്രം. അങ്ങനെ സംഭവിക്കാറുണ്ടോ? അതോ പൗലോസിന് തോന്നിയതാണോ? കൂടന്ന് വന്നാട്ടെ, എൻ്റെ മാത്രമേ ശബ്ദമേ കേൾക്കുന്നുള്ളൂ. സംഭവിക്കാറുണ്ട്. ഉണ്ട്, സംഭവിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ പറയാൻ സംഭവിക്കുമ്പോൾ ആ സംഭവിക്കുന്നത് പാപമൊന്നുമല്ല കേട്ടോ, അത് പാപമല്ല. നമ്മൾ പാപ ജഡത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് അത് സ്വാഭാവികമാണ്. നമ്മിലുള്ള പാപ സ്വഭാവം നമ്മോട് പലതും ആവശ്യപ്പെടുക എന്നുള്ളത് പാപമല്ല, അത് സ്വാഭാവികമാണ്. സ്വാഭാവികമാണ്. പക്ഷെ അതിന് ശേഷമുള്ളതാണ് പാപം ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത്, നോക്കേണ്ടത്. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൗ ഡു വി റെസ്പോണ്ട്? സ്തോത്രം. അന്നേരം തന്നെ അങ്ങ് എടുത്ത് കൊടുക്കുകയാണോ? നിക്ക് തരാം എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയാണോ? അതോ നോ പറഞ്ഞ് അവനോട് എതിർക്കുകയാണോ? ഈ മൂന്നിലേത് ഓപ്ഷനാണ് നമ്മൾ സാധാരണ ചെയ്തു വരുന്നത്? പറഞ്ഞത് എതിർക്കണം. എന്തോ? പറഞ്ഞ് എതിർക്കണം. സ്തോത്രം.
യേശുവിനെ കൂടാതെ നമ്മൾ ജീവിച്ച സമയത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന മോഹങ്ങളെ അനുസരിച്ച് ജീവിക്കുകയായിരുന്നു. ജഡത്തിൻ്റെ അത്യാഗ്രഹങ്ങളെ നമ്മൾ നിവർത്തിക്കുകയായിരുന്നു. സ്തോത്രം. ശിംശോനെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു. അതാണ് ഹൈപ്പർ സെൻഷ്വാലിറ്റി, അമിതമായ അജിതേന്ദ്രിയത്വം. സ്തോത്രം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ശിംശോന്റെ വീഴ്ചയ്ക്കുള്ള രണ്ടാമത്തെ കാരണം അതായിരുന്നു. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. എന്നാൽ ഇത്രയും ഒരു അറിവിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. മടങ്ങി വരാം. ശിംശോൻ തൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഗൗരവമായിട്ട് കണ്ടില്ല. സ്തോത്രം. അതുകൊണ്ട് പിടിക്കപ്പെട്ടു, മുണ്ടനം ചെയ്തു, കണ്ണുകുത്തി പൊട്ടിച്ചു, കൈകാലുകൾ ചങ്ങലയിലിട്ടു. ഇപ്പോൾ അവനൊരു അടിമയാണ്. സ്തോത്രം. ഏതാണ്ട് അതേപോലെയുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ഇവിടെ എബ്രായർ 2-ാം അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്നത്. സ്തോത്രം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് എടുത്തവിടെ പറയുന്നത് ആത്മീയ ജീവിതം എന്നതിനേക്കാൾ രക്ഷ എന്ന വിഷയമാണ്. ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? സ്തോത്രം. അപ്പം നമുക്കിവിടെ കിട്ടുന്ന മുന്നറിയിപ്പുകൾ വീണുപോകുവാൻ സാധ്യത ഏത് നിമിഷവും ഉണ്ട് എന്ന് അറിഞ്ഞ് പിടിച്ചു നിന്നോണമെന്ന. ഒഴുകുന്ന വെള്ളത്തിൽ നമ്മൾ എങ്ങനെ യാത്ര ചെയ്യുന്നേ നമുക്കറിയാമല്ലോ. വള്ളത്തിലും ബോട്ടിലും പോകുന്ന കാര്യമല്ല പറഞ്ഞ്. ഒഴുക്കുള്ള വെള്ളത്തിൽ നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആയിട്ട് യാത്ര ചെയ്യേണ്ടി വന്നാൽ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ യാത്ര ചെയ്യും. വളരെ വളരെ അതിലെന്താ പറയുന്നത്, നമ്മൾ ഗൗരവം കാണിക്കും. അശ്രദ്ധരായിട്ട് പോകത്തില്ല, വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. സ്തോത്രം. കാരണം ഒരു ചുവട് പിഴച്ചാൽ ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടമായി എന്ന് വന്നേക്കാം. ഒരൊറ്റ ചുവട് പിഴച്ചാൽ മതി. ചിലപ്പോൾ ആ ഒരു വീഴ്ച പിന്നെ എഴുന്നേൽക്കാൻ ഒക്കാത്തതുപോലെ ഈ പാപത്തിൻ്റെ ആ കുത്തൊഴുക്കിൽ പെട്ടുപോകും. പിന്നെ രക്ഷിക്കാൻ ആരും കാണില്ല. സ്തോത്രം. ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 2 ബോധ്യങ്ങളോടുകൂടെയാണോ നമ്മുടെ ജീവിതം? ഏത് സമയത്തും വീഴ്ച ഭവിക്കാം. രണ്ടാമത്, നമ്മുടെ ആത്മീയ ജീവിതം വളരെ ഗൗരവമേറിയതാണ്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ലെന്ന് കരുതുന്നു. സ്തോത്രം. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാമല്ലോ. ഒന്നാം വാക്യം. We must pay more careful attention, therefore, to what we have heard, so that we do not drift away. Yeah.
the danger of drifting away, falling away. സ്തോത്രം. വല്ലപ്പോഴും അതുകൊണ്ട്, അല്ലേ? മലയാളത്തിൽ അതുകൊണ്ടെന്നല്ലേ തുടങ്ങുന്നത്? അതുകൊണ്ട്. സ്തോത്രം. ഇംഗ്ലീഷിലും we must therefore. സ്തോത്രം. we must therefore. therefore, അതുകൊണ്ട്. ഇതുകൊണ്ട് എന്ന് നമുക്ക് വ്യക്തമാണല്ലോ. ഇതുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട്? Slipping away. Negligence. ആഹാ. യേശു ക്രിസ്തു ശ്രേഷ്ഠനാകിയാൽ. യാ, 1-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് എന്നതിനാൽ ഇവിടെ വ്യക്തമാക്കുന്നത്. Therefore means because of the preceding statements or declarations. ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളുടെ വാസ്തവികത കൊണ്ട്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകയാൽ എന്നാണ് അതുകൊണ്ട് എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എന്ന് വെച്ചാൽ യേശു പഴയ നിയമ പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും അതിശ്രേഷ്ഠനാകയാൽ. അതുകൊണ്ട് എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ദൈവപുത്രൻ ആകുന്നതുകൊണ്ട്. 1-ാം അധ്യായത്തിലെ വിഷയങ്ങളല്ലേ? സ്തോത്രം. അതുകൊണ്ട്, എന്തുകൊണ്ട്? യേശു നിത്യ രാജാവാകുന്നത് കൊണ്ട്. അതുകൊണ്ട്, ഇതുകൊണ്ട് 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ Priest. യേശുവിൻ്റെ രാജത്വം നിത്യമായതുകൊണ്ട്, അവന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതുകൊണ്ട്. സ്തോത്രം. മനസ്സിലായോ? അതുകൊണ്ട് എന്നതിൻ്റെ അർത്ഥം. അതായത് യേശു ഇങ്ങനെ ശ്രേഷ്ഠനല്ലായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു, എങ്ങനെ ജീവിക്കായിരുന്നു. പക്ഷെ യേശു അതിശ്രേഷ്ഠനായതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റും. നമ്മൾ കണ്ടത് യേശു മാത്രമാണോ ശ്രേഷ്ഠനായിരിക്കുന്നത്? 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, അല്ല. പിന്നെ നമ്മുടെ പിതാക്കന്മാരെക്കാൾ നമ്മൾ ശ്രേഷ്ഠരാണ്. അതുകൊണ്ട്. സ്തോത്രം. മനസ്സിലായോ? യേശു പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനായതുകൊണ്ട് നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. രണ്ട്, നമ്മൾ ദൈവസഭാംഗങ്ങൾ പഴയ നിയമ പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠരായതുകൊണ്ട്. സ്തോത്രം. നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം, അതിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അതുകൊണ്ട് എന്നതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ? എന്തെങ്കിലും ചോദ്യമുണ്ടോ? We must
therefore. സോ therefore-ന്റെ അർത്ഥമാണ് നമ്മൾ നോക്കിയത്. ചോദ്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. ശരി. We must therefore with every special intensity pay attention to the things that we have heard. അതുകൊണ്ട് വല്ലപ്പോഴും കൂടെ വരുന്നുണ്ടോ? ഒഴുകി പോകാതിരിക്കേണ്ടതിന് ആ, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. സ്തോത്രം. എന്താ ഇവിടുത്തെ അർത്ഥം? നിങ്ങൾ എന്തോ കേട്ടു. നിങ്ങൾ എന്തോ കേട്ട മനുഷ്യരാണ്. സ്തോത്രം. Apostle says, you are a people who heard something. സ്തോത്രം. നിങ്ങൾ എന്തോ കേട്ടവരാ. നമ്മൾ എന്തോ കേട്ടത്? എന്തോ കേട്ടത്? പ്ലീസ് come on. About Jesus Christ's superiority. Gospel. Gospel about Jesus Christ, about his superiority, about his deity. നാം കേട്ടത് എന്തുവാ കേട്ടത്? സ്തോത്രം. സുവിശേഷം. എന്തുവാ കേട്ടത്? യേശുക്രിസ്തുവിന്റെ നിത്യത്വം. നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. സ്തോത്രം. എന്തുവാ കേട്ടത്? പ്രൈസ് ഗോഡ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം. പ്രൈസ് ഗോഡ്. നിങ്ങൾ കേട്ടു. എന്ത് കേട്ടു? ദ സൺ ഓഫ് ഗോഡ് സ്പീക്കിംഗ്. ദൈവപുത്രൻ സംസാരിച്ച് നിങ്ങൾ കേട്ടു. നിങ്ങൾ കേട്ടത് എന്താ കേട്ടത്? ഗോഡ് സ്പീക്കിംഗ് യു ഹേർഡ്. ദൈവം സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടു. സ്തോത്രം. നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. എന്താ കേട്ടതെന്ന് മനസ്സിലായല്ലോ? എന്തോ കേട്ടത്? ഓരോരുത്തരും മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ മതി. ഒന്ന് 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 കൂടിക്കലർന്ന് നമുക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടി. Gospel. Jesus' superiority. ഓക്കെ. യേശുക്രിസ്തു പറയുന്ന പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, നിത്യരാജാവ്. അതെ. നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് ഏതാണ്ട് 20-ലധികം കാര്യങ്ങൾ മനസ്സിലാക്കി. അതെല്ലാം നമ്മൾ കേട്ടു. ഇനി അതൊന്നും ഇല്ലെങ്കിൽ, ഈ പറഞ്ഞതൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്താ കേട്ടത്? ദ സൺ സ്പീക്കിംഗ് അബൌട്ട് ദ ഫാദർ ആൻഡ് ദ ഫാദർ സ്പീക്കിംഗ് അബൌട്ട് ദ സൺ. പുത്രൻ പിതാവിനെ കുറിച്ച് പറയുന്നത്, പിതാവ് പുത്രനെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടു. സങ്കീർത്തന ഭാഗങ്ങൾ എടുത്ത് ഉദ്ധരിച്ചത് അതുകൊണ്ടാണ്. 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ എത്ര പഴയ നിയമ ഉദ്ധരണികളാണ് കണ്ടത്? ഓർക്കുന്നു? 1-ാം അധ്യായത്തിൽ തന്നെ എത്ര പഴയ നിയമ
റെഫറൻസസ്, ഉദ്ധരണികളാണ് നമ്മൾ കണ്ടത്? Seven. 7. വെരി ഗുഡ്. എന്തിനാ അതെല്ലാം എടുത്ത് എഴുതിയിരിക്കുന്നത്? ഫാദർ സ്പോക്ക് അബൌട്ട് ദ സൺ. പിതാവ് പുത്രനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് പഴയ നിയമത്തിൽ നിന്ന് ഈ അടുത്ത് ഉദ്ധരിച്ചിരിക്കുന്ന 6-7 വേദഭാഗങ്ങൾ 1-ാമത്തെ അധ്യായത്തിൽ. അപ്പൊ നിങ്ങൾ കേട്ടു. പുത്രൻ പറയുന്നത് നിങ്ങൾ കേട്ടു, പിതാവ് പറയുന്നത് കേട്ടു. പിതാവ് പറയുന്നത് കേട്ടതല്ലേ? ആന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ സ്നാന സമയത്തും പിതാവ് പറയുന്നത് ജനം കേട്ടതാ. അതുകൂടാതെ ഈ എടുത്തുദ്ധരിച്ചിരിക്കുന്ന 7 വേദവാക്യങ്ങളിൽ നിന്നും പിതാവ് പറയുന്നത് തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. സ്തോത്രം. അപ്പം അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. സ്തോത്രം. അപ്പം നമ്മൾ അതുകൊണ്ട് എന്നതിൻ്റെ അർത്ഥം കണ്ടു. പിന്നെ കേട്ടതെന്താണെന്ന്. സ്തോത്രം. 2 തിമോത്തിയോസ് 2:8 വാക്യം കൂടെ നമുക്ക് മനഃപ്പാഠമാണ് എങ്കിലും. Remember Jesus Christ, raised from the dead, descended from Jesus. This is my gospel. This is my gospel. So what is the gospel? Jesus Christ raised from the dead. The person of Jesus. യേശു ആരാണ്, യേശു എന്താണ്, അവൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് സുവിശേഷം. അത് പൗലോസ് പറയുകയാണ്. സ്തോത്രം. എൻ്റെ സുവിശേഷപ്രകാരം. സ്തോത്രം. എന്തൊക്കെയാ? കർത്താവ് യേശുവിൻ്റെ ജനനമുണ്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. മൊത്തം കൂടെ വെച്ചാൽ എന്താ സുവിശേഷം? യേശു ക്രിസ്തു. ക്രിസ്തു എന്ത് ചെയ്തു, ക്രിസ്തു എന്ത് പഠിപ്പിച്ചു. സ്തോത്രം. നമ്മൾ ഈ വിഷയത്തെ ലാഘവത്തോടെ കാണരുത്. വളരെ ഗൗരവത്തോടുകൂടെ നാം പരിഗണിക്കണം സുവിശേഷ സന്ദേശം. സ്തോത്രം. എന്തെങ്കിലും ചോദ്യങ്ങൾ? ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ കേട്ടത്. സ്തോത്രം. കേട്ടത്. അതിൻ്റെ 2-ാമത്തെ വാക്യം കൂടെ വായിക്കാമോ? 2-ാമത്തെ അധ്യായത്തിൻ്റെ 2 ഫോളോയിങ്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും നിൽക്കണേ. നമുക്ക് അവിടെ ഒന്നും ഒരു പ്രയോഗമാണ് ഇപ്പോൾ വേണ്ടത്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. എന്താ നിങ്ങൾ കേട്ടത്? ഇവിടുത്തെ അർത്ഥം വെച്ച് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദ സൺ
സ്പീക്കിംഗ് ഓഫ് ദ ഫാദർ. പിതാവിനെ കുറിച്ച് പുത്രൻ വെളിപ്പെടുത്തിയ പറഞ്ഞ കാര്യങ്ങൾ. സ്തോത്രം. നമ്മൾ ഈ കേട്ടതിലൊക്കെ ഗൗരവത്തോടെ പിടിച്ചു പറ്റിക്കിടക്കുന്നവരാണോ? നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഒരു പരാജയമാണ് മറവി. എബ്രായർ 12:6 വാക്യം, 12:6 Hebrews. Because the Lord disciplines those he loves and punishes everyone he accepts as a son. ഇംഗ്ലീഷിൽ 5 വാക്യമായിരിക്കും ചിലപ്പം. 5th മോനെ. And you have forgotten that the word of encouragement that addresses you as sons. My son, do not. ഇനഫ് മോനെ, ഇനഫ്. ഇംഗ്ലീഷിൽ 5 വാക്യം, മലയാളത്തിൽ 6 തോന്നുന്നു. മറന്നു 6ന്റെ അവസാനം മലയാളത്തിൽ. നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? സ്തോത്രം. ഇപ്പൊ മറവി അത് വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. സ്തോത്രം. മറക്കരുത്. അപ്പം മറക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനെ കാര്യമായിട്ട് ഗമനിക്കുന്നില്ല, കാര്യമായിട്ട് അതിനെ പരിഗണിക്കുന്നില്ല. അവഗണന. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് നിങ്ങൾ കേട്ടത് അപ്പൊ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതാണിത്. ഈ പുതിയ നിയമത്തിലെ സന്ദേശം കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതാണ്. ദൂതന്മാർ നിമിത്തം ഏൽപ്പിക്കപ്പെട്ടതല്ല. സ്തോത്രം. അതുകൊണ്ട് അതിനെ അവഗണിക്കരുത്, മറന്നുകളയരുത്. അങ്ങനെയുള്ളത് മറക്കുന്ന ആ ഒരു പ്രകൃതം നമ്മൾ ഉണ്ടാകരുത്. സ്തോത്രം. ഏറെ ഗൗരവമേറിയ, വളരെ ശിക്ഷാവിധി വാങ്ങിത്തരുവാൻ പര്യാപ്തമായ ഒരു പാപം. നമുക്ക് ഈ വിഷയങ്ങളെ പാപമായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് പറഞ്ഞങ്ങ് നിർത്താൻ നമുക്ക്. ഏത് വിഷയങ്ങളെ? ആത്മീയ വിഷയങ്ങളെ ഗൗരവമായിട്ട് എടുക്കാത്ത വിഷയം, അത് നമുക്ക് പാപമായിട്ട് തോന്നിയിട്ടുണ്ടോ? സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട്, കൊച്ചിലെ ചിലപ്പം നേരത്തെ അങ്ങ് കിടന്നുറങ്ങും. രാത്രിയിൽ സന്ധ്യയ്ക്ക് അപ്പച്ചൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം മീനോ വല്ലതും വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ അത് വെട്ടിക്കറിയൊക്കെ വെച്ച് ആണ് രാത്രിയിൽ ഊണ് കഴിക്കുന്നത്. പക്ഷേ എൻ്റെ ചെറുപ്പത്തിലെ ചിലപ്പം അതുവരെ ഇരിക്കത്തില്ല, അങ്ങ് ഉറക്കം വന്നിട്ട് കിടന്നുറങ്ങും. അമ്മച്ചയൊക്കെ വിളിക്കുമായിരിക്കും, പക്ഷെ ഞാൻ അറിയുന്നില്ല. പിന്നെ വെളുപ്പിനെങ്ങാനും എഴുന്നേറ്റാൽ കഴിച്ചതായിട്ട്, അത്താഴം ഉണ്ടതായിട്ട് ഓർമ്മ വരുന്നില്ല. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ചെയ്യുന്നതാണ്, ഇങ്ങനെ ബലം പ്രയോഗിച്ച് നോക്കുമായിരുന്നു.
അപ്പം ബലം കുറവെന്ന് തോന്നിയാൽ അന്ന് ഭക്ഷണം കഴിച്ചില്ല രാത്രിയിൽ, അതുകൊണ്ട് അതും കൂടെ ചേർത്ത് രാവിലെ വേണമെന്ന് ഒരു സംഗതി വെക്കുമായിരുന്നു. അപ്പം ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ കിടക്കും. ഓ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, തിരക്കായിരുന്നു. ചിലപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചെന്നിരിക്കും. ഗൗരവം, നമ്മുടെ ഭൗതിക അവസ്ഥകളെക്കുറിച്ച് നമ്മൾ ഏറെ ഗൗരവമുള്ളവരാണ്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ആ ഒരു ഗൗരവം, ഓ, ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്നു, എന്തോ വന്നിട്ട് നമ്മൾ അങ്ങ് പോയി. എന്നാൽ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അതും കൂടെ എന്നുള്ള ഒരു ഗൗരവബോധം നമുക്ക് ഈ വിഷയത്തിലുണ്ടോ? ആത്മീയ വിഷയത്തിലുണ്ടോ? പ്രാർത്ഥനയുടെ, ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന വിഷയത്തിൽ, കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന വിഷയങ്ങളിലൊക്കെ. സ്തോത്രം. നമുക്കിന്ന് രാത്രി ഈ താക്കീത് ഏറ്റെടുക്കാം. സ്തോത്രം. നമുക്ക് അവരവരെ തന്നെ ഒന്ന് വിലയിരുത്താം. നമ്മൾ ഈ വചനങ്ങളുടെ മുമ്പിൽ എവിടെയായിരിക്കുന്നു എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. സ്തോത്രം. എന്നിട്ട് ഈ മുന്നറിയിപ്പിൻ പ്രകാരം നാം അവഗണന അല്ലെങ്കിൽ ഗണ്യമാക്കാതെ പോകുന്നവരാകരുത്. സ്തോത്രം. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. ആകയാൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കൈവിടപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ രാജ്യത്തിൽ കർത്താവിനോട് കൂടെ ഇത്ര വലിയ രക്ഷയുടെ ശിരസ്ത്രമണിഞ്ഞവരായി കാണപ്പെടേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.